എല്ലാവർക്കും നമസ്കാരം. 2011 ന്യൂഡൽഹിയിൽ നടന്ന ജനലോക്പാൽ ബില്ലിനു വേണ്ടി അഴിമതി വിരുദ്ധ നായകൻ എന്ന വിശേഷണം സ്വന്തമാക്കിയ അണ്ണാ ഹസാരെയെ ചുറ്റിപ്പറ്റിയുള്ള അനേകം പേരിൽ ഒരാൾ മാത്രമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. സമരം കഴിഞ്ഞപ്പോൾ അന്ന് ഒത്തുകൂടിയവർ പല വഴിക്ക് പോയെങ്കിലും കെജ്രിവാൾ അവിടെ തന്നെ നിന്നു. അങ്ങനെ രാഷ്ട്രീയമില്ലാതെ നിന്ന സമരക്കാരെ രാഷ്ട്രീയക്കാരാക്കാൻ കെജ്രിവാളിനായി. അദ്ദേഹം ഒരു തന്ത്രശാലിയാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ പ്രവർത്തനം. അതിലൂടെ ആം ആദ്മി പാർട്ടി രൂപീകരിക്കുകയും രാജ്യ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ഡൽഹിയുടെ അധികാരം നേടുകയും ചെയ്തു. ഒന്നല്ല 3 പ്രാവശ്യം. എന്നാൽ ഇപ്പോൾ അധികാരത്തിലിരിക്കെ അറസ്റ്റിലാവുന്ന രാജ്യത്തെ ആദ്യ മുഖ്യമന്ത്രിയായിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. 9 വട്ടം സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരുന്ന ഡൽഹി മുഖ്യനെ 10ാം സമൻസിലാണ് ഇ ഡി കയ്യോടെ കൊണ്ടുപോയത്. എന്തിനായിരുന്നു അറസ്റ്റ്? നോക്കാം നമുക്ക്. 2021-22 വർഷത്തേക്കുള്ള ഡൽഹി സർക്കാരിന്റെ മദ്യനയമാണ് ഇപ്പോൾ കെജ്രിവാൾ സർക്കാരിനെ ഒന്നാകെ തലവേദനയായിരിക്കുന്നത്. 2021 നവംബർ 17 പ്രഖ്യാപിച്ച മദ്യനയം കുഞ്ഞു ഡൽഹിയെ 32 സോണുകളായി തിരിച്ചു. ഓരോ സോണിലും 27 മദ്യശാലകൾ വീതം സ്വകാര്യ മേഖലയ്ക്ക് നൽകാനായിരുന്നു പാർട്ടി തീരുമാനിച്ചത്. അതിലൂടെ 864 പുതിയ മദ്യശാലകൾ വർദ്ധിപ്പിക്കാനാണ് സാധാരണക്കാരുടെ പാർട്ടി തീരുമാനിച്ചത്. അതുമാത്രമല്ല, മദ്യശാലയിലേക്ക് സ്വകാര്യ കുത്തകളെ ആകർഷിക്കുന്നതിനായി വമ്പൻ ഇളവുകളും നൽകി. അതിൽ പ്രധാനം ഫീസ് ഇനത്തിൽ അനുവദിച്ച ഇളവായിരുന്നു. ഏകദേശം 144.36 കോടി രൂപയാണ് കോവിഡിന്റെ പേരിൽ ഇളവ് നൽകിയത്. ഇതിനു പുറമെ ലൈസൻസിനായി കെട്ടിവെച്ച 30 കോടി തിരിച്ചു നൽകാനും തീരുമാനമെടുത്തു. എന്നാൽ 2010 ഡൽഹി സർക്കാരിന്റെ മദ്യനയത്തെ അപ്പാടെ മറച്ചുവെച്ച പുതിയ മദ്യനയം സംസ്ഥാന ഖജനാവിൽ കോടികളുടെ നഷ്ടം വരുത്തുമെന്ന ആക്ഷേപം ഉയർന്നതോടെയാണ് CBI രംഗത്തിറങ്ങിയത്. എന്നാൽ അതിനു മുൻപ് തന്നെ ഡൽഹി പോലീസിലെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം അന്വേഷണം തുടങ്ങിയിരുന്നു. വിവാദ മദ്യനയത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ ഉത്തരവിട്ട ലഫ്റ്റനന്റ് ഗവർണർ കുമാർ സക്സേനയുടെ നടപടിയാണ് നയം റദ്ദാക്കാൻ ആം ആദ്മി സർക്കാരിനെ പ്രേരിപ്പിച്ചത്. അതോടെ 2022 ജൂലൈയിൽ മദ്യനയം പിൻവലിച്ചെങ്കിലും കോടികൾ വാങ്ങി സ്വകാര്യ ലോബികൾ മദ്യക്കച്ചവടത്തിന് അവസരമൊരുക്കിയതിൽ ED തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങിയിരുന്നു. മുഖ്യമന്ത്രിയായതിനാൽ തന്നിലേക്ക് അന്വേഷണം വരില്ലെന്നായിരുന്നു കെജ്രിവാളിന്റെ കണക്കുകൂട്ടൽ. കാരണം സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്നുവരെ അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പോലും അറസ്റ്റിലായിട്ടില്ല. അതിനാൽ ഒന്നിനു പിറകെ ഒന്നായി EDയുടെ സമൻസ് എത്തിയപ്പോൾ വിവിധ കാരണങ്ങൾ പറഞ്ഞ് കെജ്രിവാൾ ഒഴിഞ്ഞുമാറി. എന്നാൽ 5ാമത്തെ സമൻസിനോടും കെജ്രിവാൾ മുഖം തിരിച്ചപ്പോൾ ED കോടതിയെ സമീപിച്ചു. അപ്പോഴും ED സമൻസ് അയക്കും തുറന്നുകൊണ്ടേയിരുന്നു. എന്നാൽ കെജ്രിവാൾ അപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇതിനെതിരെ ഇടക്കാല സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിച്ച കെജ്രിവാളിനോട് കോടതി ചോദിച്ച ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഹാജരായിക്കൂടാ? എന്താണ് നിങ്ങളെ തടയുന്നത് എന്നതായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യങ്ങൾ. ഇടക്കാല സംരക്ഷണം നൽകാൻ ഹൈക്കോടതി വിസമ്മതിച്ചതോടെ ED ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തുകയായിരുന്നു. അവിടെത്തി സമൻസ് കൈമാറുകയും ഒപ്പം കള്ളപ്പണം നിരോധിക്കൽ നിയമത്തിലെ സെക്ഷൻ 50 പ്രകാരം വസതി റെയ്ഡ് നടത്തി 1 മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന മുഖ്യമന്ത്രി എന്ന സ്ഥാനം കെജ്രിവാൾ സ്വന്തമാക്കുകയും ചെയ്തു. എന്നാൽ ഇതിനോട് ശ്രീ അണ്ണാ ഹസാരെ പ്രതികരിച്ചിരിക്കുന്നത് വളരെ ചിന്തനീയമാണ്. അത് ഇത്തരത്തിലാണ്: കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നത് അയാളുടെ പ്രവർത്തികൾ മൂലമാണെന്നും എന്നോടൊപ്പം മദ്യത്തിനെതിരെ സമരം ചെയ്ത ആള് തന്നെ മദ്യനയത്തെ പ്രോത്സാഹിപ്പിച്ച് ജയിലിലാകുന്നത് എന്നെ ഏറെ വേദനിപ്പിക്കുന്നു എന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. എന്തിനെതിരെ ആണോ കെജ്രിവാൾ ചൂൽ പടവാളാക്കിയത്, അതേ കാരണത്താൽ അദ്ദേഹം ജയിലിലായിരിക്കുന്നു എന്നതാണ് നമ്മെ ഏറെ അമ്പരപ്പിക്കുന്നത്. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.